ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു മിനി വ്ലോഗാണ്. ഞാൻ ജെറിയാട്രിക് കമ്മ്യൂണിറ്റിക്ക്, അതായത് പ്രായമായവർക്ക് ഒരു ന്യൂട്രീഷണൽ അവെയർനെസ് ടോക്ക് കൊടുക്കാൻ വന്നതാണ്. നമുക്കിവിടെ കോഴിക്കോട് താജ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ടോക്ക് ഉണ്ടായിരുന്നത്. ഞാൻ മുൻപ് വന്നിട്ടുണ്ട് കേട്ടോ, താജ് ഹോട്ടലിൽ സെയിം ഒരു ടോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കോഴിക്കോട് കൗൺസിലറായിരുന്നു നമുക്ക് ചീഫ് ഗസ്റ്റ്. മാമിന് പൊന്നാട അണിയിച്ചുകൊണ്ടാണ് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അബ്ദുള്ള സാറായിരുന്നു പൊന്നാട അണിയിച്ചത്. അവര് പേ ചെയ്യേണ്ട അവസരം വന്നപ്പം കുട്ടികള് അവരുടെ ഇതാണ് കേട്ടോ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ MD ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഡോക്ടറാണ് കേട്ടോ, നല്ല സാറാണ്. ഇത് ഞങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റാണ് കേട്ടോ. എൻ്റെ ചുരുക്കം ചില ഫ്രണ്ട്സിൽ ഉള്ള ഒരാളാണ് ഹോസ്പിറ്റലിൽ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, നല്ല അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു ആളുടെ ക്ലാസ്സിന്. ഇതാണ് സ്റ്റാർ ഓഫ് ദി ഷോ, എൻ്റെ ക്ലാസ്. എനിക്ക് ഒത്തിരി എൻജോയ് ചെയ്ത് എടുത്തൊരു സെഷനായിരുന്നു കേട്ടോ ഇത്. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, നമുക്ക് സർക്കോപ്പീനിയ കേട്ടിട്ടുണ്ടാവാം. സർക്കോപ്പീനിയ എന്ന് പറയുമ്പോൾ നമുക്ക് മസിൽ മാസ് കുറഞ്ഞു പോകുന്നു, മസിലിന് നമുക്ക് ബലക്കുറവ് വരിക എന്നുള്ളത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബ്ലഡ് കൺട്രോൾ ഇഷ്യൂസ്, ഇപ്പം മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുമ്പോൾ അത് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതിലേക്ക് പലരും അങ്ങനെ പോവാറുണ്ട്. പിന്നെ ഫുഡ് ഇൻടേക്ക്, ഇത് ഞാൻ അവിടുന്ന് കഴിച്ചൊരു സൂപ്പാണ് കേട്ടോ, ചുമ്മാ എടുത്ത് വെച്ചതാ ഫുഡ് മുഖ്യമ്പിക്കിലേ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി അവിടെ പോയത് ജസ്റ്റ് ഒരു അവെയർനെസ് ടോക്ക് കൊടുക്കുക എന്നുള്ളൊരു മോട്ടീവായിട്ടാണ്. പക്ഷെ അവിടെ എത്തി അവരോട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എനിക്ക് ഒത്തിരി ഹാപ്പിയായി. പിന്നെ ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് മൈക്ക് മേടിച്ചിട്ടൊരു 20-30 മിനിറ്റോളം സംസാരിച്ചു. എനിക്ക് അവരോടൊക്കെ സംസാരിക്കുമ്പം തോന്നിയത്, അവർ നമ്മളെടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം കേൾക്കാനുള്ള കാതുകൾ, അതാണ് അവർക്ക് വേണ്ടത്. കുറച്ച് സമയമാണെങ്കിലും ആ ഒരു സന്തോഷം എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആയിരുന്നു ആ ഒരു ദിവസം.